സീറോ മലബാർ സഭയുടെ മുൻ വക്താവും എറണാകുളത്തെ വിമതരുടെ മൂത്തച്ഛനുമായ ഫാദർ പോൾ തേലക്കാട് എങ്ങനെ സുഡാപ്പികൾക്ക് പ്രിയങ്കരനായി? പ്രഗത്ഭരായവർക്ക് നൽകുന്ന UAE-യിലെ ഗോൾഡൻ വിസ വിമത കത്തോലിക്ക വൈദികന് ലഭിക്കണമെങ്കിൽ അതിനു പിന്നിൽ മുസ്ലിം പ്രീണനവും ചില അന്തർധാരകളുമുണ്ടെന്ന നിസ്സംശയം ആർക്കും പറയാനാകും. സഭയുടെ മുൻ വക്താവായിരുന്നെങ്കിലും തീവ്രവാദി മുസ്ലിങ്ങളുടെ വക്താവെന്ന വിശേഷണമായിരിക്കും ഫാദർ പോൾ തേലക്കാടിന് യോജിക്കുക. പലതവണ വിവാദമായ തേലക്കാട്ടച്ചന്റെ ഇരട്ടത്താപ്പ് നയം സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തുറന്നുകാട്ടുകയാണ് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി. കെവിൻ പീറ്റർ തേലക്കാട്ടച്ചനുമായി നടത്തിയ സംഭാഷണം ശ്രദ്ധിച്ചു. ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തുകയും യുവാക്കളെ മയക്കുമരുന്നിന് അടിമകളാക്കുകയും ചെയ്യുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ വിമർശിക്കുന്ന മെത്രാന്മാരോടും മറ്റ് ക്രൈസ്തവ നേതാക്കന്മാരോടും തേലക്കാട്ടച്ചന് എന്താണിത്ര കലിപ്പ് എന്നാണ് കെവിന് അറിയേണ്ടിയിരുന്നത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തോട് തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ജിഹാദ് ആശയങ്ങളുമായി നടക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളോടാണ് തങ്ങളുടെ എതിർപ്പ്. ആ പ്രസ്താവനത്തോടുള്ള തേലക്കാട്ടിന്റെ പ്രതികരണം എന്നെ ഞെട്ടിച്ചുവെന്ന് പറയണം. ഈ വ്യത്യാസം എടുത്തു കാണിക്കാത്തതാണ് പ്രശ്നം. അതുകൊണ്ടാണ് തനിക്ക് മെത്രാന്മാരോട് ദേഷ്യം. ഈ വ്യത്യാസം എടുത്തു കാണിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം ഗ്രൂപ്പുകളോട് അടുപ്പം പുലർത്തിപ്പോന്നത്. തേലക്കാട്ട് ഇത്ര ശുദ്ധഹൃദയനാണെന്ന് ഈയുള്ളവൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ വല്ലാതെ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. ചില ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പുകളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ കരുതി. ആദ്യമൊക്കെ മതേതര മുസ്ലിങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അവർ സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പോയി പ്രസംഗിക്കും. ഇത്തരം സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചിരുന്നയാളാണ് ഇപ്പോൾ BJP നേതാവായ KS രാധാകൃഷ്ണൻ. ഞാനും വല്ലപ്പോഴും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധമായി വളർന്നു? വ്യാജരേഖ കേസാണ് അതിന് നിമിത്തമായതെന്ന് ഞാൻ വിചാരിച്ചു. ഈ കേസിൽ ജാമ്യം കിട്ടാനും മറ്റും ചില മുസ്ലിം നേതാക്കൾ സഹായിച്ചു. പിന്നീട് കേസ് നടത്തിപ്പിന് പണം ആവശ്യമായി വന്നു. ഈ അവസരത്തിൽ ഫണ്ട് വാഗ്ദാനം ചെയ്ത് ചില ഗ്രൂപ്പുകൾ തേലക്കാട്ടിനെ സമീപിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യാജരേഖ കേസിൽ കുറച്ചൊന്നുമല്ല പണം വേണ്ടത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ ഉറപ്പാണ്. പിന്നെ നീട്ടിക്കൊണ്ടു പോകുക മാത്രമേ പോംവഴിയുള്ളൂ. ഹൈക്കോടതിയിൽ തന്നെ എത്ര കേസാണ് കൊടുത്തത്? ആലഞ്ചേരി പിതാവിനെ പൂട്ടാനുള്ള കേസുകൾ വേറെ. എല്ലാറ്റിനും പണം വേണ്ടേ? പണം കൊടുക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവയുടെ ലക്ഷ്യമുണ്ടാകുമെന്ന് പറയേണ്ടതില്ല. കേരളത്തിലെ ഏറ്റവും ശക്തമായ സീറോ മലബാർ സഭയെ ക്ഷയിപ്പിക്കുക, പറ്റുമെങ്കിൽ പിളർത്തുക എന്നതായിരിക്കണം അവരുടെ ലക്ഷ്യം. സീറോ മലബാർ സഭയെ ആകമാനം പിടിച്ചുകുലുക്കിയ എറണാകുളത്തെ കുർബാന പ്രശ്നം അനന്തമായി നീണ്ടുപോകുന്നതിന്റെ കാരണം അതാണെന്ന് കരുതുന്നവർ ഏറെയാണ്. അതെല്ലാം തെറ്റിദ്ധാരണയാണെന്ന് തേലക്കാട്ടച്ചന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായി. മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുമായി അടുപ്പത്തിന് കാരണം ചില ക്രിസ്ത്യാനികൾ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മതേതര മനസ്സ് തരളിതമായി. അദ്ദേഹവുമായി വർഷങ്ങളുടെ അടുപ്പമുണ്ടായിട്ടും ആ നിഷ്കളങ്ക മനസ്സിനെ അറിയാൻ ഞാൻ ഏറെ വൈകിപ്പോയി. ആ നിഷ്കളങ്ക മനസ്സിനു മുന്നിൽ ഞാൻ നമ്രശിരസ്കനായി നിലകൊള്ളുന്നുവെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി പറയുന്നു.